ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴഞ്ചേരിയിലാണ് പ്രശസ്തമായിട്ടുള്ള മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. മാരാമൺ കൺവെൻഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 ദിവസം ആകുന്നുണ്ട്. ഇതിനിടയ്ക്ക് പണിമുടക്ക് കാരണം എല്ലാവരുടെ ഒരു ദിവസം പാഴായി പോയി. അടുത്ത ഞായറാഴ്ച കൊണ്ട് കൺവെൻഷൻ അവസാനിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പേ വന്ന് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉത്സവങ്ങളും മറ്റ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ പോയി അങ്ങനെ നീണ്ടുപോയതാണ്. വീഡിയോ എടുക്കുന്നത് തന്നെയല്ല, അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടാൻ കൂടി നമുക്ക് കുറേ സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസം തള്ളി ഇങ്ങനെ പോയത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം. പക്ഷേ ഇതൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചാനലിലേക്ക് ഇട്ട് വരുമ്പോഴത്തേക്ക് മാരാമൺ കൺവെൻഷൻ അവസാനിക്കും. ക്ഷമിക്കുക, നമ്മൾ അടുത്ത തവണ എങ്ങനെയെങ്കിലും കഴിവതും നേരത്തെ തന്നെ എത്തി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗം തൊട്ട് തന്നെ കച്ചവടക്കാർ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. കാരണം ഈ മാരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു വലിയൊരു വ്യാപാരം കൂടി നടക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഫ്രഷ് കരിമ്പ് ജ്യൂസ് കിട്ടുന്നത്, അതേപോലെ ഫ്രഷ് ബജ്ജി, ഐസ്ക്രീം, അതെല്ലാം വാങ്ങുവാൻ വേണ്ടി ഒരുപാട് തിരക്കാണ്. പിന്നെ വീടുകളിൽ ഒട്ടും മധുരം ഉപയോഗിക്കാത്ത ആളുകൾ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കും. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമാണ്. നമ്മുടെ വീടുകളിൽ കിട്ടാത്തൊരു മധുരമാണല്ലോ, അതൊക്കെ ശരിക്കും ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പമ്പയിൽ ഇപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും അത്യാവശ്യം തെറ്റില്ലാതെ പമ്പ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 4:15 എങ്കിൽ പോലും ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. എന്നാലും ചൂട് ഭയങ്കര കഠിനമല്ല. ഇവിടെ ഈ പമ്പയുടെ തീരത്ത് തന്നെ കുറേ മുളകൾ നട്ടിട്ടുണ്ട്. അതിന് ചുറ്റിനും ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഇരുന്ന് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞ് ഇരിപ്പുണ്ട്. പമ്പയുടെ ഈ സൈഡ് മുഴുവനാണ് കൺവെൻഷൻ നഗരി. ഈ ഭാഗത്ത് എവിടെ നോക്കി കഴിഞ്ഞാൽ മാർത്തോമ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാളുകളാണ്. പിന്നെ അതുകൂടാതെ അവരുടെ തന്നെ സഭയുടെ കീഴിലുള്ള ഭക്ഷണ സ്റ്റാളുകളും അതൊക്കെയുണ്ട്. ഇവിടെ സ്വകാര്യ സ്റ്റാളുകൾ കുറവാണ്, 1-2 ബാങ്കുകളുടെ ഉള്ളൂ. മറ്റേതെല്ലാം ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ മണലത്തൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ ഇത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, എന്നാലും നമുക്കിങ്ങനെ ഇതുവഴി നടക്കാൻ തോന്നാറില്ല, ഇങ്ങോട്ട് വരാനും തോന്നാറില്ല. പക്ഷേ ഈ ഒരു സമയത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു വൈബാണ്. ഞാൻ ആ മതവിശ്വാസി അല്ലെങ്കിൽ പോലും നമുക്ക് ഈ കൺവെൻഷനെ അതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ. പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയ പന്തലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതാ സമ്മേളനം അതുപോലുള്ള ചെറിയ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് ഈ ചെറിയ പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഓലപ്പന്തലിലാണ് മെയിൻ കൺവെൻഷൻ നടക്കുന്നത്. ഇപ്പം പിന്നെ അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. എല്ലായിടത്തും LED TVകളും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തിരുന്നാലും ആളുകൾക്ക് ഇതെല്ലാം കാണുവാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ മാർത്തോമ സഭയുടെ ഒഫീഷ്യൽ ചാനൽ വഴി അവർ ഇതെല്ലാം ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് കൺവെൻഷൻ ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും ഇവിടെ കൺവെൻഷനൊക്കെ കാണുവാൻ പറ്റും. ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ള മതപ്രഭാഷണങ്ങളും അതൊക്കെ നടക്കുന്ന ഭാഗമാണിത്. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അത് അവരുടെ സഭയുടെ ചാനലിലൊക്കെ അത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പമ്പയുടെ മറു സൈഡിലേക്ക് പോവുകയാണ്. അവിടെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണ ബെയിലി പാലമാണ്. കഴിഞ്ഞ തവണ മുളയിൽ നിർമ്മിച്ച പാലമായിരുന്നു ഇതുപോലെ പുഴയുടെ അങ്ങേവശം കടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തവണ ജനങ്ങളുടെ സേഫ്റ്റി കണക്കിലെടുത്തിട്ട് ഇവിടെ ബെയിലി പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബെയിലി പാലമുണ്ട്. അതിനടുത്ത് തന്നെ അടുത്തൊരു ബെയിലിപ്പാലം കൂടി പണിതിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ അങ്ങ് ബാക്കിലായിട്ട് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു ബെയിലിപ്പാലമുണ്ട്. അങ്ങനെ മൊത്തം 3 ബെയിലിപ്പാലമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് പുഴയുടെ അങ്ങേ സൈഡിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ആ കാണുന്നതാണ് കോഴഞ്ചേരി പണിയുന്ന പുതിയ പാലമേ. നമ്മൾ കഴിഞ്ഞ തവണ 4-5 കൊല്ലമായിട്ട് നമ്മൾ മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് ട്രോൾ ചെയ്തതാണത്, ഈ പാലത്തിൻ്റെ പണി ഇങ്ങനെ നീണ്ടുപോകുന്നതിനെ പറ്റി. ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുത്തതുകൊണ്ടായിരിക്കണം പണിയൽപ്പം സ്പീഡിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പല കാലമായിട്ട് വീണ ജോർജിനെ ട്രോളിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടുന്നില്ല എന്നുള്ള ഇതായിരുന്നു. പക്ഷെ എന്തായാലും ഈ തവണ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷന് മുമ്പായിട്ട് പാലത്തിൻ്റെ പണി ഏതാണ്ട് കഴിയും. ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡ് അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനിയും ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ബെയിലി പാലത്തെ കൂടെ മലകരിക്ക് പോവുകയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളംപാലമായിരുന്ന സമയത്ത് നമുക്ക് ഇതുവഴി ക്രോസ് ചെയ്ത് പോകാൻ അല്പം പാടായിരുന്നു. കാരണം വല്ലാത്ത ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ല സേഫ്റ്റി ആയിട്ടുണ്ട്. 2 വശത്ത് നല്ല കൈവരിയുണ്ട്. ആളുകൾക്ക് നിന്നിട്ട് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളതായിരുന്നു. മുളംപാലമായിരുന്ന സമയത്ത് വല്ലാത്ത കുലുക്കമായിരുന്നു. ഇപ്പോഴും കുലുക്കമുണ്ട്, പക്ഷെ എന്നാലും സേഫാണ്. അത് തന്നെയല്ല, കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം തന്നെ ഇങ്ങനെ പോകാനും പറ്റും. ഇപ്പം മലപ്പുറത്ത് അടുത്ത കാലത്തായിട്ട് തിരുനാവായയിൽ
ഒരു കുംഭമേളയൊക്കെ നടന്നിരുന്നു. അവിടെ ഇതാണ് പ്രശ്നം, മുളമ്പാലമായിരുന്നു. അവിടെ ഇനി അടുത്ത കൊല്ലം തൊട്ട് ബേലിപ്പാലമൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടെ സേഫാണ്. ഇപ്പോൾ ഓരോ സെഷൻ കഴിയുന്നു. ഇപ്പോൾ അടുത്ത സെഷനുള്ള ആളുകൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് പൊതുവെ വെയിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ഏതാണ്ട് 4:45 സമയം. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ താണു കഴിയുമ്പോൾ അത് തന്നെയല്ല, ഈ കോളേജിലൊക്കെ പോയ കുട്ടികളും സ്കൂളിലൊക്കെ പോയ കുട്ടികളൊക്കെ തിരിച്ചു വരും. അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് പേരൻസിനൊക്കെ എത്താൻ പറ്റും. അപ്പം നല്ല ഒരു സമയമാണിത്. അധികം വെയിലില്ലാതെ തന്നെ നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, പമ്പയാണ്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ പമ്പയിൽ. പിന്നെ പാലത്തിൻ്റെ പണി കാരണം അല്പം അതിൻ്റെ ഗതി അല്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ആ പില്ലറിൻ്റെയൊക്കെ പണി നടത്താൻ വേണ്ടി. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല സുഗമമായിട്ട് ഒഴുകുന്നതാണ്. നമ്മൾ ഈ സൈഡിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിപണനശാലകളും മറ്റുമുള്ളത്. ഒരുപാട് സ്റ്റാളുകളുണ്ട്, ഫുഡ് സ്റ്റാളുകൾ, അതുപോലെ പ്രമോഷൻ സെൻറ്ററുകൾ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ട് എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ പബ്ലിക് എത്തുന്നതും അതൊക്കെ കാണാൻ വേണ്ടിയാണ്. അതേപോലെ പുതിയ ബജ്ജീസ്, ഒരുപാട് വെറൈറ്റി സ്നാക്സുകളും അതൊക്കെ കൂട്ടുകാരും ഒത്ത് ട്രൈ ചെയ്യാൻ പറ്റും. भैया बाइक को कितने 100 रुपया. ഈ കവറിന് തുണിയിലാണ്. कौन सा മെറ്റീരിയൽ है? कपड़ा है? कपड़ा से सिला हुआ है. सॉरी, कपड़े തുണി തയ്ച്ചിട്ടുള്ളതാണ്. ഇതിന് ഒന്നിന് 100 വെച്ചാണ് വിലയാണ്. आप किधर से आए? एर्नाकुलम से. आप कौन सा मुल्क है? दिल्ली का है. ठीक है. मलयालम जानते? थोड़ा थोड़ा. सही है. ये भी है. इसका कितने? इसका 1000 रुपया है. 1000 रुपया. इसका 1000 रुपया है. उसका लेदर है. लेदर है. ये फाइबर है. ये फाइबर. उसका आवाज़ थोड़ा सुना दो. इसका कितने भाव है? इसका कितने? इसका 100 रुपये सर. हाँ 100 रुपये. 100 रुपये. हाँ, ഇതിന് 100 രൂപയാണ് വിലയാകുന്നത്. ये लेदर है क्या? ये 8 है लेदर मरम. ठीक है. उसका कितने भाव है? इसका 1000 रुपये सर. 1000 है. ठीक है. ഇതിന് 1000 രൂപയാണെന്ന് പറയുന്നത്. അപ്പോൾ മാനവൻ കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ പറ്റും. लेदर सर लेदर. ठीक है ठीक है. आपको मरम करने में कोई प्रॉब्लम नहीं. ओके ठीक है. ठीक है भैया. കുത്താമ്പള്ളി കൈത്തറി കടയാണ്. ഇവരൊക്കെ എല്ലാ വർഷവും എത്തുന്നതാണ്. റെഡിമെയ്ഡ് കൈത്തറി വസ്ത്രങ്ങളുമായിട്ടാണ് ഒരുപാട്. ഇതെന്താ ഇത് മുണ്ട സാരിയാണോ? ഒറ്റമുണ്ട. എങ്ങനെ ഇതിനൊക്കെ? 150 രൂപയാണ്. കൈത്തറി ഒറ്റമുണ്ടാണ്. അതിന് 150 രൂപ. ബെഡ്ഷീറ്റ് ഫാമിലി കോട്ടില്ലയോ? ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ആണെങ്കിൽ 2 എണ്ണം 500. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് വരെയാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ എന്ന് വരെയാണ് ഉള്ളത്? ഈ ഞായറാഴ്ച വരെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. സെറ്റി കവറും അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൽ കുരുമുളകുണ്ട്, ചുക്കുണ്ട്, പനിക്കൂർക്ക, പനങ്കൽക്കണ്ട്, ജീരകം, തുളസി ഒക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത്. കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ഞാൻ കണ്ടു. കരിമ്പനയിൽ നിന്നും ഈ ചേച്ചി തന്നെയാണ് നമ്മുടെ ഓമല്ലൂർ വയൽവാണിഭത്തിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. കരിമ്പനയുടെ അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വെച്ചെടുക്കാം. അതേ ചേച്ചി തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിപ്പട്ടി മസാലകൾ അതെല്ലാം കിട്ടുന്നതാണ്. ഇത് ബിന്ദു സീഡ് നഴ്സറി മണ്ണുത്തി തൃശ്ശൂർ എന്നുള്ളതാണ്. പച്ചക്കറി വിത്തുകളെ അങ്ങനെ എല്ലാ ഐറ്റം കിട്ടും. വെണ്ട, 18 മണി, ചുവന്ന പയറ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പയറുകൾ, അതിൻ്റെ എല്ലാം വിത്തുകൾ കിട്ടും. പിന്നെ ചെടികളും ഉണ്ട്. നിങ്ങൾ എന്ന് വരെയാണ് അവിടെ ഉള്ളത്? എന്ന് വരെയാണ് ഉള്ളത്? ഓക്കെ, ഞായറാഴ്ച ഈ ഞായറാഴ്ച വൈകുന്നേരം വരെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഫാൻസി പേനകളും ഫാൻസി പെൻസിലുകളൊക്കെ വെക്കുന്ന ഷോപ്പാണ്. മാജിക് ബുക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതൊക്കെ. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ കൊണ്ട് കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ എല്ലായിടത്തും കരിമ്പ് ജ്യൂസിൻ്റെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. എനിക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ചില സമയത്ത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വയറിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്
പിന്നെ കോഴിക്കോടൻ പലഹാരങ്ങൾ, അതായത് കോഴിക്കോടൻ ഹലുവായും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. ചോദിക്കട്ടെ, വിലയൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കേ. ഹലുവ എങ്ങനെ വില? കോഴിക്കോടൻ ഹലുവ എങ്ങനെ വില? ആ, ഇത് കരിക്കുന്നുണ്ടോ? എങ്ങനെ അത്? കരിക്കിൻ്റെ ഹലുവ 1 കിലോ 140. സാമ്പിളാസ് കിട്ടുന്നത് കരിക്കിൻ്റെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേസ്റ്റും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ 120 അല്ലേ? അതിൽ ക്യാരറ്റ്, പൈനാപ്പിൾ, പിസ്ത, പിന്നെ ഇരിക്കട്ടെ. ഓക്കെ, ചക്കപ്പഴമൊന്നുമില്ല, വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതേലൊന്ന് നമ്മൾ എടുക്കുവാണ്. എല്ലാ ടേസ്റ്റോടെ മിക്സ് ചെയ്ത് ഒരെണ്ണം എടുക്കുക. 470. ഇതൊന്നും എടുത്തോ. 120 അല്ലേ ആണ്? ശരി ശരി. നല്ല ഇത് കുന്തിരിക്കുവാണോ? പനങ്കൽക്കണോ? ഇവിടെ എല്ലാം മസാല ഐറ്റംസ് എല്ലാം കാണും. ഈ ഞായറാഴ്ച ഞാൻ ഇവിടെ ഈ സ്റ്റാളുകളുള്ളത് കേട്ടോ. ഞായറാഴ്ചയോട് കൂടി ഇവിടെയൊക്കെ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പോവേ. ഇവിടെ വെജ് ഐറ്റംസ് എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് നല്ല ഫ്രഷ് കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാം. ഇതാണ് എനിക്ക് വലിയ പ്രശ്നം പറ്റുന്നത്. കാരണം കോപ്പി റൈറ്റിൻ്റെ വിഷയമുണ്ട്. ഇവിടെ CD ഒക്കെ വെക്കുന്നിടത്തെല്ലാം നല്ല മ്യൂസിക്കാണ്. അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥയായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ പബ്ലിക്കിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം. കാരണം പല കപ്പിൾസ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പ്രശ്നമാണ്. വീട്ടുകാർ അറിയാതൊക്കെ എത്തുന്ന ആളുകളും ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ പലതവണ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആളുകൾ വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടാ ആ ഭാഗം ഒന്ന് ഞങ്ങളെ കാണിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തേക്കണമെന്ന്. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്നാമത് നാളെ വാലന്റൈൻസ് ഡേ ആണ്. കപ്പിൾസിനൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ചുറ്റിക്കറങ്ങാൻ പറ്റുന്നൊരു ഏരിയയാണിത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, മറ്റ് പല വ്ളോഗേഴ്സും ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എന്താ എൻ്റെ ഫേസ് കാണിക്കാത്തതെന്ന്. മറ്റൊന്നുമല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയിലാണ്. ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിക്സിൻ്റെ അല്പം ഹെവി ക്യാമറയാണ്, പ്രൊഫഷണൽ ക്യാമറയാണ്. ശരിക്കും വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്ന ഐറ്റം അല്ല, പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കുന്ന ക്യാമറയാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ ഫേസ് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ അല്പം സമയം എടുക്കും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയിട്ട് ഏത് വീഡിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. പക്ഷേ സെൽഫായിട്ട് നമ്മുടെ വീഡിയോ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, കാരണം ഫോക്കസ് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ മൊബൈലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നവർക്ക് ആ പ്രശ്നം വരില്ല. ഒരു 55,000 60,000 മുടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പറ്റും. അത് വെച്ചിട്ട് അത്യാവശ്യം വ്ളോഗ് ചെയ്യാം. പല ബ്ലോഗേഴ്സും ചെയ്യുന്നത് അങ്ങനെയാണ്. മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സ്വന്തം ഫേസ് തന്നെ കൂടുതൽ സമയം കാണിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ ഈ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളെ എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയും. എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ വ്ളോഗേഴ്സിൽ ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം ഞാൻ 8 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ 8 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ സാധാരണഗതിയിലെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും മാത്രമേ എൻ്റെ ഫേസ് കാണിക്കാറുള്ളൂ. കാരണം ആളുകൾ വീഡിയോ കാണുന്നത് എന്നെ കാണാനല്ല. കാരണം എന്നെ കാണാൻ ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി എന്തിനാണ് ജനങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്? അവർക്ക് കാണേണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഇപ്പോൾ മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളല്ലേ അവർ കാണേണ്ടത്. അതാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടെയാണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ ഇത് പോകണം കേട്ടോ. പാലം ചെന്ന് എൻ്റെ ചെയ്യുന്നത് ഇതിനകത്തൂടാണ്. മുകളിൽ കാണുന്ന പുതിയ പാലമാണ്. ഇതെങ്ങനെ വില എങ്ങനെ കിത്തനെ? 4 50. ഈ 4 പീസിന് 50 രൂപയാണ്, 4 പാക്കറ്റിന്. ഇവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ ടാറ്റു അടിക്കുന്നുണ്ട്. മജി ടാറ്റു ഒക്കെ കൈസ കിത്തനെ? 50 രൂപ. ഒരു ടാറ്റു അടിക്കുന്നതിന് 50 രൂപയാണ്. കൃഷ്ണൻ അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഏതടിച്ചാലും 50 രൂപയാണ്. ഇതൊക്കെ രാജസ്ഥാനിൽ നിന്ന് എത്തിയതാണ്. എല്ലാ കൊല്ലം എത്തുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ആൽഫബറ്റ് നമ്മുടെ പേരൊക്കെ അവർ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തരും. നമ്മൾ അക്ഷരം പറഞ്ഞാൽ മതി. ഇസ്കോ കിത്തനെ ബ്രേസ്ലെറ്റ് കോ ഏക അക്ഷരം കോ കിത്തനെ അല്ലാതെ ഒരു അക്ഷരത്തിന് 5 രൂപ വെച്ചാണ് വാങ്ങുന്നത് കേട്ടോ. അവരുണ്ടാക്കി തരുന്നത്. എന്താ
മുഴുവൻ ടാറ്റു അടിക്കുന്നത്. എനിക്കൊന്നും ഇപ്പം കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെല്ലാം രാജസ്ഥാനികളാണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. ये टाटू कितने रुपए लेते भाई? ऑटो 50 रुपया। आप किधर का है? राजस्थान, वेस्ट बंगाल वेस्ट बंगाल का. ठीक है ठीक है. अम्बोजा 50 रुपये. 50 रुपया है, 100 रुपया। हाँ वो साइज़ का ऊपर है. ठीक है ठीक है. അമ്പത് 100 പറയുന്നത് അവർ അടിക്കുന്നതിനനുസരിച്ചാണ്. ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണ് ഇത്. നമ്മുടെ കീ ചെയിനിലൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ എഴുതി തരും. ഇപ്പോൾ വാളണ്ടിയേഴ്സ് ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ വലിയ ചിലവില്ലാത്ത കാര്യം നടക്കും. 50 രൂപയ്ക്ക് എഴുതി കിട്ടും കീ ചെയിൻ. ചെറിയ ബഡ്ജറ്റിലുള്ള ലവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് കാര്യം നടക്കും. എല്ലാം പ്രമോഷൻ്റെ ബഹളമാണ് കേട്ടോ. ഒരുപാട് പ്രമോഷൻ. മുളക് ബജി, പാനിപ്പൂരി, ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ പെങ്ങളുടെ കുഞ്ഞാണ്, പക്ഷെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇപ്പം ക്ലാസ് കഴിഞ്ഞ് എത്തേണ്ട സമയമായി. പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പനി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പനി കഴിഞ്ഞ് അടുത്ത വീണ്ടും ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഐസ്ക്രീം കഴിക്കണം, കരിമ്പ് ജ്യൂസ് കുടിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തണുപ്പ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇനി ഉത്സവങ്ങൾ വരാൻ പോവുകയാണ്. പനി അത് കുഞ്ഞിൻ്റെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ പനി പിടിച്ചു കഴിഞ്ഞാൽ ആ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോകും. അതുകൊണ്ടാണ് കൊണ്ടുവരാനിത്. കരിമ്പ് ജ്യൂസ് സെൻ്ററാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ കരിമ്പ് ജ്യൂസ് സെൻ്ററിലൊക്കെയാണ് തിരക്ക് കൂടുതൽ കേട്ടോ. നമ്മുടെ കരക്കത്തികളും അങ്ങനെയൊക്കെയുള്ള ഐറ്റമാണ്. ചീനിച്ചട്ടി, ദോശക്കല്ല്, നല്ല അടിപൊളി ദോശക്കല്ല്. ഇത് എങ്ങനെ വില? 350 രൂപയാണ്. നല്ല സ്റ്റീൽ പ്ലേറ്റ് അല്ലയോ? സ്റ്റീൽ പ്ലേറ്റ് അല്ലയോ ഇത്? ആ ശരി 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 ശരി. കരക്കത്തികളും അങ്ങനെയൊക്കെ. നിങ്ങൾ ഞായറാഴ്ച വരെയല്ലോ അതിൻ്റെ മുമ്പേ പോകും? അതിന് ശേഷം പോകുന്നുള്ളൂ? ഞായറാഴ്ച എത്തിക്കും ഇല്ലയോ? ശരി ശരി. ഈ ഞായറാഴ്ച കൂടെ ഉള്ളവരെ, കാരണം കൺവെൻഷൻ കഴിയുന്നതോടുകൂടി ഇവരും നിർത്തിയിട്ട് പോവുകയാണ്. തികച്ചും ശുചിത്വത്തോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ശുദ്ധമായ കരിമ്പിൻ പാനീയം ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. വരുവിൻ, ആസ്വദിച്ച് കുടിക്കും. ഒരുപാട് ഔഷധ മൂല്യമുള്ള കരിമ്പിൻ പാനീയം. ചക്ക ഹലുവ, ചക്ക വരട്ടി, ചക്കയെന്ന് ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അച്ചാറുകളെ ഇത് കുടുംബശ്രീയാണെന്ന് തോന്നുന്നു. ഏതാ പമ്പീസ്. ഇത് നല്ല രസമുണ്ട് ഈ ടോയ് കാണാൻ. ഏക്കോ കിത്തന റുപ്പേ? 100 റുപ്പേ. ഒന്നിന് 100 വെച്ചാണ്. രസമുണ്ട് കാണാൻ. നല്ല ഇതാണ്. കണ്ടില്ലേ തന്നെ തലയാട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കും. കുഴപ്പമില്ല. ഒന്നിന് 100 രൂപ വെച്ചാണ്. ഈ സൈഡിൽ മുഴുവൻ ഐസ്ക്രീം സ്റ്റാളിൻ്റെ ബഹളമാണ് കേട്ടോ. ഇതൊരു ബജ്ജി സ്റ്റാളാണ്. 120 മിക്സായിട്ടുള്ള മിക്സർ ഐറ്റംസ് കിട്ടും. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കരിമ്പ് ജ്യൂസ് സെൻ്ററുകളുണ്ട്. ഇപ്പോൾ ചൂട് കാണുന്ന സമയമാണെങ്കിൽ അത്യാവശ്യം ആളുകൾ അതൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ബാഗുകളും അങ്ങനെയൊക്കെയുള്ള ചെടിച്ചട്ടികൾ. മണ്ണാശ്ശേരിക്കാരുടെ നേഴ്സറിയാണ് ഇത്. ഏതാണ്ട് എല്ലാ വർഷവും ഇവിടെയൊക്കെ എത്തുന്നതാണ് കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ മരവൺ കൺവെൻഷൻ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോഴും ഇവിടെ ഈ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ഇതേ സ്ഥലം തന്നെ റെൻറ്റിന് എടുത്തിട്ട് അവർ എല്ലാ കൊല്ലം ഇവിടെ സ്റ്റാളിടുന്നതാണ് മരവൺ കൺവെൻഷനായിട്ട് ബന്ധപ്പെട്ട്. റോസച്ചെടിയൊക്കെ 150 രൂപയാണ് ഒരു പായ്ക്കിന്. എല്ലാത്തിനും സെയിം വില തന്നെയാണെന്ന് തോന്നുന്നത്. 150 രൂപയാണ് എഴുതി വെച്ചേക്കുന്നത്. മറ്റെങ്ങും വില കാണുന്നില്ല. അപ്പം 150 തന്നെയായിരിക്കും. പിന്നെ ഇപ്പം നാട്ടുകാർക്കെല്ലാം ട്രെൻഡിങ് ആണ് ബോഗൺവില്ല. ഒരുപാട് ബോഗൺവില്ലകൾ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. വിവിധ ടൈപ്പ് തെച്ചികളാണ്. തെറ്റിക്ക് 350 രൂപയാണ് വിലയാകുന്നത്. ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. 350 രൂപ. പിന്നെ ജറബറ, അത് നമ്മുടെ കല്യാണ സീസണിലൊക്കെ ബൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അതിന് 150 ഒരു ചട്ടിയല്ലല്ലോ ഇത്, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കവറിനകത്താണ്. ഒരു ചെടിക്ക് 150 രൂപയാണ്. ബോൺസായി എങ്ങനെ? ബോൺസായി 950. ഇതെന്തുവാണ് ഇത്? എങ്ങനെ? ഫൈക്കസ് ബോൺസായി.
ഇത് ഏകദേശം എന്താ പ്രായം കാണും ഇതിന്? 3-4 വർഷം ഉണ്ടല്ലേ? ശരി ശരി. സ്നേക്ക് പ്ലാന്റ് സൈസ് അനുസരിച്ച് 350-250 അല്ലേ? ശരി ശരി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, കായ്ച്ചു തുടങ്ങിയ മാവും പ്ലാവൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഞായറാഴ്ച വരെയല്ല, 2 ദിവസം കൂടി ഉണ്ട് കേട്ടോ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 2 ദിവസം കൂടി. ഈ പ്ലാവ് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കുന്ന പ്ലാവാണ് കേട്ടോ, നന്നായിട്ട് കായ്ച്ചു നിൽപ്പുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് തന്നെ ഉള്ളതാണ്, ഇവിടെയല്ലത്. നമ്മളെല്ലാ കൊല്ലം വന്നു കഴിഞ്ഞാൽ ആ പ്ലാവോടെ കാണും. ഒരുപാട് വെറൈറ്റി പ്ലാവുകളുണ്ട്. സപ്പോർട്ട, അങ്ങനെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ, അടുത്ത ചൊവ്വാഴ്ച വരെ ഇവരെല്ലാം ഇവിടെ ഉണ്ടാവുക. പണ്ട് തൊട്ടാണ് മാരാമൺ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫലവൃക്ഷങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ, നമ്മുടെ പത്തനംതിട്ടക്കാരൊക്കെ പൊതുവെ വന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച വരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ വൈൻഡപ്പ് ചെയ്ത് പോകും. ഇതെല്ലാം വെറൈറ്റി ജമന്തിയാണ്. ഒരു സെറ്റിന്, അതായത് ഒരു ചെറിയ ചട്ടിക്ക് 100 രൂപ വെച്ചാണ് വിലയാകുന്നത്. ജമന്തിക്ക് 100 ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. നല്ല രസമുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ്. 100 രൂപ വെച്ചാണ് വിലയാകുന്നത്. ചെറിയ ചട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും ഉണ്ട് കേട്ടോ, ഒരു ഐറ്റം കാണിക്കാം. ഇത്രയുണ്ട്. അത് 100 രൂപയ്ക്ക് ഇന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, കാരണം ഈ ചട്ടിക്ക് അതിൻ്റെ 5-6 രൂപ വില വരുന്നുണ്ട്. എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ചെടികളും ഇല്ല, ഇത്രയും പൂവായ ചെടികളാണ്. ഒന്നിന് 100 വെച്ചാണ് വിലയാകുന്നത്. പിന്നെ ചേച്ചി ഡാലിയ അല്ലയോ? ഇതിന് 100 ആയില്ലയോ പോട്ടിന്? ഡാലിയാണ്, പൂത്ത് തുടങ്ങിയ ഡാലിയാണ്. അതിന് 100 രൂപ വെച്ചാണ് വിലയാകുന്നത്. ചട്ടിക്ക് 100. ബജ്ജി ഷോപ്പ് നമ്മുടെ നാടൻ കറിച്ചട്ടികളൊക്കെ കിട്ടും കേട്ടോ. കറിച്ചട്ടികളെ, അതുപോലെ പൂജ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മറ്റൊരു നഴ്സറിയാണ്, മോർണിംഗ് സ്റ്റാർ. ഇവരൊക്കെ സ്ഥിരമായിട്ട് എത്തുന്നതാണ് കേട്ടോ, സ്ഥിരമായിട്ട് ഇവിടെ എത്തുന്ന ആളുകളാണ് ഇവരൊക്കെ. എല്ലാ കൊല്ലം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെയാണ് നഴ്സറി. നമ്മുടെ മോർണിംഗ് സ്റ്റാർ കേട്ടോ, നമ്മുടെ വീഡിയോ എടുത്തോളാം, അതും എടുത്ത് മോർണിംഗ് സ്റ്റാർ. മറ്റൊരു നഴ്സറിയുടെയാണ്, മൈലപ്പുഴ അല്ല, ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട തന്നെയുള്ളൊരു നഴ്സറിക്കാരുടെയാണ്. അവിടെയും തെങ്ങിൻ തൈകളെ, അത് ഗംഗാമോണ്ടമാണ്. ഇവർ ഗംഗാമോണ്ടോ അല്ല, മറ്റൊരു തെങ്ങിനെ പറ്റി ഇവരൊന്നും എവിടെ ചെന്നാലും ഇതിൻ്റെ തൈകളാണ് വാങ്ങാൻ കിട്ടുന്നത്. പിന്നെ ഇതേതാണ് വിയറ്റ്നാമേറിൽ എന്താണ്? അതോ J33 ഉണ്ട്, ശരി ശരി ശരി. അപ്പോൾ എല്ലായിടത്തും ഉള്ള ഐറ്റം തന്നെയാണിത്. ഇതിനെങ്ങനെ വിലയാന്ന് ചേട്ടാ? ഇതിനെങ്ങനെ വിലയാന്ന്? സൈസ് അനുസരിച്ച് വില വ്യത്യാസം മതി. ശരി ശരി ശരി. നമ്മുടെ കറിച്ചട്ടികളെ, ഇടിക്കട്ട എല്ലാം ഉണ്ടേ ചേട്ടാ. ഇതൊക്കെ എവിടെ നിന്നും ഉണ്ടായില്ല? ആലുവായിരുന്നോ? ആലുവായി ചട്ടി ഉണ്ടാക്കി അവിടെ ഒന്നും മണ്ണൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എവിടെ ചെന്നാലും നമുക്ക് ആലുവായി ചട്ടികളെ കാണാവുള്ളൂ. ഇത് കളർ ചെയ്യുന്നതാണോ അതോ ചുട്ടെടുക്കുന്നുണ്ടാണോ? ചുട്ടെടുക്കുന്നുണ്ടാണ് അല്ലേ. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. ഇത് ഇവിടെ തന്നെയുള്ളൊരു നഴ്സറിയാണ്, നമ്മുടെ മാരാമണ് തന്നെയുള്ള ഒരു നഴ്സറിയാണ്. നമ്മൾ ഈ കൺവെൻഷൻ നടക്കുന്നതിന് അടുത്ത് തന്നെയുള്ളൊരു വീടിനോട് ചേർന്ന് തന്നെ നടത്തുന്നതാണ്. അവർക്ക് സ്വന്തമായിട്ട് തോട്ടങ്ങളുണ്ട്, അവിടെ നിന്നുള്ള തൈകൾ തന്നെയാണ്. ഇതെന്താ പ്രായമുള്ള തൈകളാണ്? 6 വർഷം ഉള്ള തൈകളാണ് അല്ലയോ? ശരി ശരി. അപ്പം പുള്ളിയുടെ തന്നെ പ്ലാന്റിലെ തോട്ടത്തിൽ നല്ല വിളവുള്ള, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ. ഇത് ഏത് സീസണിൽ നടാവോ? ആണില്ലയോ?
ശരി ശരി. പിന്നെ ഇതിനകത്ത് അതിൻ്റെ കോൺക്രീറ്റ് ഇതും കൊടുക്കുന്നുണ്ട് ഇല്ലയോ? ആ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ഇത് ഞാൻ ഫോൺ നമ്പർ ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ നൽകിയേക്കാം. അപ്പം മാരാമൺ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇവർ സൈറ്റിൽ വന്നിട്ട് നമ്മുടെ തോട്ടം സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഞാൻ ഇതാണ് അതിൻ്റെ ഓണർ റോബിൻ. അപ്പം ഞാനിവിടെ തോട്ടത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ആയി തുടങ്ങുന്ന ആ സമയത്ത് ഞാനൊരു വ്ളോഗ് പോലെ അവിടെ തോട്ടത്തിൽ പോയൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാരാമൺ കൺവെൻഷൻ കഴിയാൻ നോക്കണ്ട, ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും തൈകൾ കിട്ടും. ഞാൻ എന്തായാലും ഫോൺ നമ്പർ ഞാൻ വീഡിയോയിലോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ മാരാമൺ കൺവെൻഷനായിട്ടുള്ളൊരു മാറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരായിരുന്നു കൂടുതലും ഇവിടെ കച്ചവടക്കാർ. ഇപ്പം കംപ്ലീറ്റ് രാജസ്ഥാനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാൻ കഴിയാനാ വീട്ടിൽ കിട്ടേ UP के? UP നിന്നാണ്. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ, ടോയ്സ്. അപ്പോൾ ഇത്രയും കാലം മറ്റു സ്ഥലത്തുനിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടില്ല, ഇപ്പോൾ UP നിന്നും ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും നമ്മുടെ റിങ് അറിയത്തില്ലേ, ആ ഐറ്റമാണ് കണ്ടോ. അത് കിട്ടി, ഒരു പ്രൈസ് വേണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫൈറ്റർ പോയി കിട്ടി, 50 രൂപ കൊടുത്തപ്പം ബൗളും കിട്ടി. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഇത് കാണുന്നത്. സാധാരണഗതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല ഐറ്റംസാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, കുട്ടിക്കുടെ പൗഡർ, സോപ്പ് അങ്ങനെയൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് ഫിഷും അത് ബൗളടക്കം ഫിഷ് കൊടുക്കുന്നത് കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ തിരക്കുകൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഫാമിലികളെല്ലാം ഇങ്ങോട്ട് എത്തിയതാണ്, ഒരുപാട് പബ്ലിക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ താണപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, തിരക്ക് കൂടുവാണ്. അപ്പോൾ തിരക്കിന് മുമ്പ് നമ്മൾ മാക്സിമം വീഡിയോ എടുത്ത് തീർത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ കാണിച്ചത് കൂടാതെ ഒരുപാട് സ്റ്റാളുകൾ ഇനിയുണ്ട്, പക്ഷെ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മാരാമൺ കൺവെൻഷൻ തീരാൻ പോകുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം നമ്മുടെ പണിമുടക്ക് കാരണം ഇവർക്കെല്ലാം നഷ്ടമായിട്ടുണ്ട്. പണിമുടക്കിൽ നിന്ന് ഇവരെ മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഇവരെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.